Hello everyone, welcome to the world of knowledge. I know I'm too late to upload our next video. So first of all, sorry for my inconvenience. It's only because of my exams and all. So without any delay, let's get started. And today we are going to discuss the second part of Romance. റോമൻസിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വന്നിരുന്നത്. അപ്പം വാൾസ് ഒക്കെ നിർമ്മിച്ച കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ അവരുടെ നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദ പബ്ലിക് ബാത്ത്സ്, ദ ടെമ്പിൾസ്, ദ തിയേറ്റേഴ്സ്, ദ റിച്ച് വില്ലാസ് ആൻഡ് ദ മാർവലസ് റോഡ്സ് ഒക്കെയാണ്. അത് അവിടെ താമസിക്കുന്ന ബ്രിട്ടോൺസിനെ സംബന്ധിച്ചും ഈവൻ ഈ റോമൻസിന് ശേഷം നമ്മുടെ ബ്രിട്ടൻ ഇൻവാഡ് ചെയ്ത് വരുന്ന ട്രൈബ്സാണ് ആംഗിൾസും സാക്സൺസും ഒക്കെ. അപ്പോൾ ആ വന്നവരെ സംബന്ധിച്ച് പോലും അവർക്ക് പോലും ഒരു അത്ഭുതകരമായിട്ടുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ആയിരുന്നു ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളെല്ലാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ റോമൻസിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ റോമൻസിൻ്റെ ഈ ഒരു റോമൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് ആ ഒരു ലാൻഡിലെ, ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ഒരു ലാൻഡിലെ ലിറ്ററേച്ചറിനെ പോലും ഭയങ്കരമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഒപ്പം ഈ റോമൻസ് നമ്മുടെ ബ്രിട്ടൻ ഇൻവാഡ് ചെയ്ത് വന്ന ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ദെയർ റെയിൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ളതാണ്. ആ ബാറ്റിൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആ ഒരു കാലഘട്ടം ഒഴിച്ചു മാറ്റിയാൽ പിന്നീട് ഇവർ ഏകദേശം ഒരു 4 സെഞ്ച്വറിയോളം നമ്മുടെ ബ്രിട്ടൻ ഭരിച്ച ആൾക്കാരാണ്. അപ്പം ബാക്കി എല്ലാ കാലഘട്ടത്തിലും വളരെ ഒരു പീസ് അനുഭവിക്കാനായിട്ട് ബ്രിട്ടനിലെ ആൾക്കാർക്ക് സാധിച്ചു എന്നുള്ളത് ഇവരുടെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ സൗത്തിലും ഈസ്റ്റ് പോർഷനിലുമായിട്ട് അധിവസിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കെൽറ്റിക് ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ റോമൻസിനെ അവരുടെ മാസ്റ്ററായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും അവർ കാണിച്ചിട്ടില്ല എന്നതാണ്. സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് ഇതിനു മുന്നേ ഒരിക്കലും അവർക്ക് ഇത്തരത്തിലുള്ളൊരു പീസ് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ ആ ഒരു റോമൻസിൻ്റെ കാലഘട്ടത്തിൽ അനുഭവിച്ച ആ പീസിനെയാണ് റോമൻ പീസ് അഥവാ പാക്സ് റൊമാന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആൻഡ് ദാറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. റോമൻസിനോടുള്ള ഒരു ആദരസൂചകം എന്നുള്ള ഒരു നിലയ്ക്ക് റോമൻ സ്റ്റൈൽ ഓഫ് വില്ലാസാണ് നമ്മൾ വലിയ വലിയ കോട്ടകൾ നിർമ്മിക്കുന്നതിലൊക്കെ ഉപരിയായിട്ട് റോമൻ സ്റ്റൈൽ ഓഫ് വില്ലാസൊക്കെ നമ്മൾ ബ്രിട്ടനിൽ പണി കഴിപ്പിച്ചു. അത് പ്രൊട്ടക്റ്റീവ് മെഷർ എന്നതിലുപരിയായിട്ട് ഇവരോടുള്ള ആ ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഇവരോടുള്ള ആ ഒരു ഇഷ്ടം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടി ആയിരുന്നു. പിന്നെ റോമൻസ് ചെയ്ത മറ്റൊരു കാര്യമാണ് എല്ലാ ആൾക്കാർക്കും, അതായത് ഓൾ ഓർഡിനറി പീപ്പിൾ ഇൻ ബ്രിട്ടൻ, അവർക്ക് എല്ലാവർക്കും ഒരേപോലെ ട്രെയിനിങ് കൊടുത്തില്ല എന്നുള്ളത്. അതായത് ഫൈറ്റ് ചെയ്യാനല്ല, ട്രെയിൻഡ് ടു ഫൈറ്റ് എന്നാണ് പറയുന്നത്. അവരെ സോൾജിയേഴ്സിനെ മാത്രം ട്രെയിൻ ചെയ്തെടുത്തു ഫൈറ്റിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വോറിന് കേപ്പബിളായിട്ട് അല്ലെങ്കിൽ ഒരു ബാറ്റിലിന് കേപ്പബിൾ ആക്കിയത് ആർമിയിലുള്ള സോൾജിയേഴ്സിനെ മാത്രമാണ്. ഓർഡിനറി പീപ്പിളിനെ അധികം ഫോക്കസ് ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ശേഷം ഇൻവാഡ് ചെയ്ത് വന്ന ആംഗിൾസിനെയും സാക്സൺസിനെയും ഒക്കെ കീഴ്പ്പെടുത്താനായിട്ട്, ഒരൊറ്റ കൂട്ടമായി നിന്ന് കീഴ്പ്പെടുത്താനായിട്ട് ബ്രിട്ടോൺസിന് സാധിക്കാതെ പോയതിൻ്റെ കാര്യം സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ടുള്ള ആ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഈസ് ദ റോമൻ റോഡ്സ് ആണ്. മാർവലസ് റോഡിൻ്റെ കാര്യം ഇപ്പം നമ്മൾ ഐ തിങ്ക് പലതവണ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. എവ്രി നുക്ക് ആൻഡ് കോർണറിൽ ഇപ്പം ബ്രിട്ടനിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ഒരു റൂളറിനെ സംബന്ധിച്ച് ബ്രിട്ടൻ്റെ എവ്രി നുക്ക് ആൻഡ് കോർണറിൽ എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ അത്രത്തോളം മാസ്റ്റർ പ്ലാനോടുകൂടി ബിൽഡ് ചെയ്തിട്ടുള്ള റോഡ്സ് ആയിരുന്നു റോമൻസ് നമ്മുടെ ബ്രിട്ടന് നൽകിയിട്ടുള്ളത്. ഇന്നും ആ റോഡ്സിൻ്റെയൊക്കെ റൂയിൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നിവിടെ പറയുന്നു. അപ്പം ബ്രിട്ടൻ ഭരിക്കുന്ന ആളെ സംബന്ധിച്ച് എല്ലാ ഭാഗങ്ങളും ആക്സസിബിൾ ആയിരിക്കണം, എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പണി കഴിപ്പിച്ചിരിക്കുന്ന റോഡ്സാണ്. ദാറ്റ് വാസ് ദെയർ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനാണ് കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ഓൾസോ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ റോമൻസ് മിലിറ്ററി ഡെസ്പോട്ടിസം മീൻസ് ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം, അത്തരത്തിലുള്ള ഒരു മിലിറ്ററി ഡെസ്പോട്ടിസം ഉള്ള ആൾക്കാരാണ്. ഒരു സോഷ്യൽ സ്ലേവറി റോമൻസിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. എന്നിരുന്നാലും ഒരു സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു സെൽഫ് ഗവേണൻസിന് വഴിതെളിച്ചു കൊടുത്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ റോമൻസിൻ്റെ കാലഘട്ടം. There were 5 such self-governing cities. നമുക്ക് 5 self-governing cities കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ സെയിൻറ്റ് ആൽബൺസ്, കോൾച്ചസ്റ്റർ, ലിങ്കൺ, ഗ്ലൗസ്റ്റർ ആൻഡ് യോർക്ക്. അങ്ങനെ 5 സെൽഫ് ഗവേണിംഗ് സിറ്റീസ് കിട്ടി. ബാക്കി റെസ്റ്റ് ഓഫ് ദ യൂറോപ്പ് നമ്മൾ ഓരോരോ ഡിസ്ട്രിക്റ്റുകളായിട്ട് പിന്നീട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഈച്ച് അണ്ടർ ദ റൂൾ ഓഫ് എ മുനിസിപ്പാലിറ്റി എന്നുള്ള ഒരു രീതിയിൽ.
ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയുടെ വരവ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി നമ്മുടെ ബ്രിട്ടനിലേക്ക് എൻട്രി ചെയ്തത് റോമൻസിൻ്റെ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. ആൻഡ് യേശു ക്രിസ്തുവിൻ്റെ ലൈഫും ഡെത്തും റെസറക്ഷനും ലൈഫും അതായത് ജീവിതവും മരണവും പുനരുദ്ധാനവും നേരിട്ട് വിറ്റ്നസ് ചെയ്ത ഓർഡിനറി സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ റോമിൽ. അവർ ഈ ബ്രിട്ടനിലേക്ക് സോൾജിയേഴ്സ് ആയിട്ടുള്ള റോമൻ സോൾജിയേഴ്സ് നമ്മുടെ ബ്രിട്ടനിലേക്ക് എത്തപ്പെടുകയും അവരിലൂടെയാണ് ബ്രിട്ടനിലേക്ക് ക്രിസ്ത്യാനിറ്റി വന്നതെന്ന് ഇവിടെ പറയുന്നു, നമ്മൾ വിശ്വസിക്കപ്പെടുന്നു. ആൻഡ് 2nd സെഞ്ച്വറിയിൽ ബ്രിട്ടനിൽ ക്രിസ്ത്യാനിറ്റി എത്രത്തോളം ഫേം റൂട്ട് എടുത്തിരുന്നു എന്നതിനെപ്പറ്റി തെർട്ടുല്യൻ എന്ന് പറയുന്ന ഒരു റോമൻ ഹിസ്റ്റോറിയൻ പിന്നീട് പറഞ്ഞു തരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായി എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോളോവേഴ്സിന് ഒരുപാട് ഗ്രേറ്റ് പ്രോസിക്യൂഷൻസ് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒരുപാട് പീഡനങ്ങൾ, ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ക്രിസ്ത്യൻ ഫോളോവേഴ്സ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തതേ ഉള്ളൂ. ആൻഡ് ഒരിക്കലും അതിലൊരു ഡിക്രീസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഒരു 4th സെഞ്ച്വറിയുടെ തുടക്കത്തിലൊക്കെ അവിടുത്തെ എംപയർ എന്ന് പറയുന്നത് ഡയോക്ലഷ്യൻ. അദ്ദേഹം ഈ ക്രിസ്ത്യൻസിനെ ഭയങ്കരമായിട്ട് പെർസിക്യൂട്ട് ചെയ്തതാണ്. എന്നാലും ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും അതിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്ന വിശ്വാസികൾ നമ്മുടെ ഈ ഒരു ലാൻഡിൽ, അതായത് ബ്രിട്ടനിലുണ്ടായിരുന്നു. നമുക്ക് ഫെയ്ത്തിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച പ്രധാനപ്പെട്ട 3 ആൾക്കാരെ നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആൽബൻ ഓഫ് വെറുലാം, ജൂലിയസ് ആൻഡ് ആറൺ ഓഫ് കാലിയൻ. ദ ഇൻഫ്ലുവൻസ് ഓഫ് ബ്രിട്ടീഷ് ക്രിസ്ത്യാനിറ്റി ഓൺ ലിറ്ററേച്ചറിലും ഈ ബ്രിട്ടീഷ് ക്രിസ്ത്യാനിറ്റി എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാടെന്ന് പറഞ്ഞാൽ വളരെയധികം ലിറ്ററേച്ചറിലും ഈ ക്രിസ്ത്യാനിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെലനയുടെ ഒരു സ്റ്റോറിയുണ്ട്, ഇൻവെൻഷൻ ഓഫ് ദി ട്രൂ ക്രോസ് എന്ന് പറഞ്ഞ്. അതിലൊക്കെ ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെലനയുടെ സൺ കോൺസ്റ്റാൻറ്റിൻ, ആ വ്യക്തി ക്രിസ്ത്യൻ മതത്തിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയെ റോമിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് പ്രൊക്ലൈം ചെയ്ത ഒരാളാണ്. ആൻഡ് അദ്ദേഹം ഭരിച്ചിരുന്ന ആ ഒരു എംപയറിനെ പിന്നീട് ഹോളി റോമൻ എംപയർ എന്നും അറിയപ്പെട്ടു എന്നുള്ളതാണ്. റോമിൻ്റെ ഒഫീഷ്യൽ റിലീജിയനായിട്ട് ക്രിസ്ത്യാനിറ്റിയെ അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒപ്പം കോൺസ്റ്റാന്റിൻ ഭരിച്ചിരുന്ന ആ ഒരു സാമ്രാജ്യം പിന്നീട് എങ്ങനെ അറിയപ്പെട്ടു? ഹോളി റോമൻ എംപയർ എന്നുള്ളൊരു പേരിൽ അറിയപ്പെട്ടു. അതോടൊപ്പം ദ സ്റ്റോറി ഓഫ് ദ ഹെലന ബിക്കെയിം ദ ബേസിസ് ഫോർ ദ ഫേമസ് പോയം. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണ് എലൈൻ, ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ സിനോ വുൾഫ്. അപ്പോൾ ആ ഒരു പോയം എഴുതാനായിട്ടും കാരണമായിരിക്കുന്നത് ഹെലനയുടെ സ്റ്റോറിയാണ്, ഇൻവെൻഷൻ ഓഫ് ദ ട്രൂ ക്രോസ്. ആൻഡ് ദ സ്റ്റോറി എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് മെയിനായിട്ടും ക്രിസ്ത്യാനിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ നല്ല ഇൻഫ്ലുവൻസ് അന്നത്തെ കാലഘട്ടത്തിലെ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 4th സെഞ്ച്വറിയോളം നമ്മുടെ റോമൻസ് ബ്രിട്ടനിൽ ഒക്കുപ്പൈ ചെയ്തു. എന്നിരുന്നാലും അവരുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ കുറച്ച് റൂയിൻസ് ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് ചെസ്റ്റർ, കാസ്റ്റർ, സെസ്റ്റർ എന്ന് പറയുന്ന സഫിക്സുകൾ ചേർത്തുള്ള പേരുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ആൻഡ് ദിസ് വാസ് മെയിൻലി ബിക്കോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റോം ആൻഡ് ബ്രിട്ടൻ, റോമും ബ്രിട്ടനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കാണിക്കാനായിട്ട് ഉള്ളൊരു കാര്യമാണ് ആ സ്ഥലങ്ങളുടെ ഡോർചെസ്റ്റർ, ലെങ്കാസ്റ്റർ, ഗ്ലോസ്റ്റർ എന്നൊക്കെ പറയുന്ന പേരുകൾ. അവിടെയെല്ലാം ബ്രിട്ടനിൽ ഈ പേര് വരുന്ന ഭാഗങ്ങളിലെല്ലാം പണ്ട് റോമൻസ് ഒക്യുപ്പൈ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആൻഡ് അത് അവർ തമ്മിലുള്ള ആ ഒരു റോമും ബ്രിട്ടനും തമ്മിലുള്ള ഒരു റിലേഷനെ എടുത്ത് കാണിക്കുന്നുണ്ട് അത്തരം പേരുകളും കാര്യങ്ങളും ഒക്കെ. അല്ലെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂളർ ആൻഡ് റൂൾഡ് തമ്മിലുള്ള ഒരു റിലേഷൻ, കോൺക്വറർ ആൻഡ് കോൺക്വേഡ് തമ്മിലുള്ള ഒരു റിലേഷനൊക്കെ കാണിക്കുന്നു. ഇത്തരമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരു ലോങ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ബ്രിട്ടനിൽ നിലനിർത്താനായിട്ട് റോമൻസിന് സാധിച്ചില്ല. അവരുടെ ആ ഒരു പോക്കിന് ശേഷം, അവർ ബ്രിട്ടനിൽ നിന്ന് ലെഫ്റ്റ് ആയതിനു ശേഷം ആ ഒരു ഇംപ്രഷൻ നിലനിർത്താൻ അവരെ കൊണ്ട് പറ്റിയില്ല എന്നും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. റോം ഒരുപാട് ട്രൈ ചെയ്തു. അവരുടെ ലോസ്, ലാംഗ്വേജ്, കസ്റ്റംസ് അതെല്ലാം ഈ ബ്രിട്ടനിൽ ഇമ്പോസ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്തു എന്നുണ്ടെങ്കിലും അവർക്ക് അത്രത്തോളം അതിൽ അത് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. റോം അക്സെപ്റ്റ് നത്തിങ് ഫ്രം ബ്രിട്ടൻ എന്നാണ് പറയുന്നത്. അവരെ സബ്ജുഗേഷന് വിധേയമാക്കാൻ പറ്റി, റോമിൻ്റെ അധീനതയിൽ കുറച്ച് നാൾ ഒരു 4th സെഞ്ച്വറിയോളം ബ്രിട്ടനെ ആക്കാൻ പറ്റി എന്നതിലുപരിയായിട്ട് റോം അക്സെപ്റ്റ് നത്തിങ് ഫ്രം ബ്രിട്ടൻ, ബ്രിട്ടനിൽ നിന്നൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്തില്ല, സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 4th സെഞ്ച്വറിക്ക് ആഫ്റ്ററായിട്ട് പതുക്കെ നമ്മുടെ റോമൻ എംപയർ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ആൻഡ് റോമൻ എംപയറിൻ്റെ ഡിക്ലെയർ പറയുമ്പോൾ മെയിനായിട്ടും 2 റീസൺസ് ആണ് പറയേണ്ടത്. ആൻഡ് the first one,
വീക്ക്നെസ് ഓഫ് സെൻട്രൽ അതോറിറ്റി. നമുക്കറിയാം റോമൻ്റെ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താണ് ഡെസ്പോട്ടിസം ഉള്ളവരാണ്, ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്, അതൊക്കെ നേരാണ്, സത്യമാണ്. പക്ഷേ വരുന്ന ഓരോ രാജാക്കന്മാർക്കും ഒരേ ടൈപ്പ് ഓഫ് എബിലിറ്റി ആകണമെന്നില്ല അല്ലേ. ഈ എബിലിറ്റി സെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫർ ചെയ്യും. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരുപാട് നല്ല ആൾക്കാർ, നല്ല മിലിറ്ററി സ്കില്ലും അതുപോലെ ഡിപ്ലോമസിയും ഒക്കെയുള്ള നല്ല ഡെസ്പോട്സ് വരുമ്പം നമ്മുടെ ഗവേണൻസും വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകും. എന്നാൽ അടുത്ത ഒരു രാജാവ് വരുമ്പോൾ അവർ എബിലിറ്റിയിൽ കുറച്ച് പുറകോട്ടാണെങ്കിൽ ഗവേണൻസ് അതിനനുസരിച്ചിരിക്കും. സോ സെൻട്രൽ അതോറിറ്റിയുടെ ഒരു വീക്ക്നെസ് റോമൻ സാമ്രാജ്യം തകർന്നു പോകാനായിട്ട് ഒരു റീസൺ ആയിരുന്നു. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പീപ്പിൾ ഓഫ് റോം ഹാഡ് ബിക്കം പാംപേർഡ് ആൻഡ് ഇൻഡോളൻറ്റ്. ഇൻഡോളൻറ്റ് മീൻസ് ലേസി എന്നാണ്. അവർ ഭയങ്കര ലസ്റ്റ് ആൻഡ് ലോലെസ്നെസ് ആയിപ്പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോമിൻ്റെ സോൾജിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്, അവർ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള സോൾജിയേഴ്സാണ്. പക്ഷേ എന്നിരുന്നാലും കുറേ കാലങ്ങൾ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും, മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഈ സോൾജിയേഴ്സ് എല്ലാം, റോമിലെ ആൾക്കാരെല്ലാം ഭയങ്കര ലേസി ആയിപ്പോയി. അവർ ഭയങ്കര ആഡംബര ജീവിതം നയിച്ച് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫിൽ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര ലേസി ആയി. അവരുടെ ഡിസിപ്ലിൻ എല്ലാം പോയി, അവരുടെ കറേജ് എല്ലാം നഷ്ടപ്പെട്ട് അവർ വെറും കാമഭ്രാന്തന്മാരും നിയമലംഘകന്മാരും മാത്രമായിട്ട് മാറി. അപ്പോൾ ആ ഒരു കൂട്ടായ്മ, ആ ഒരു ലീഡർഷിപ്പ്, ഒരു യൂണിറ്റി അവർക്ക് അവിടെ നഷ്ടപ്പെട്ടു. സോ അതാണ് രണ്ടാമത്തെ കാര്യം റോമൻ എംപയർ ഡിക്ലൈൻ ചെയ്യാനായിട്ടുള്ളത്. സോ ഇവരുടെ ആ ഒരു ലീഡർഷിപ്പ് പവർ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു യൂണിറ്റി നഷ്ടപ്പെട്ടപ്പോൾ ഒരു കൂട്ടം ട്രൈബ്സ്, അതായത് ദ ഗോത്സ്, ഫ്രാങ്ക്സ്, വാൻഡേഴ്സ്, ആങ്കേഴ്സ്, സാക്സൺ, ജ്യൂട്സ്, ഇവരെ പോലുള്ള ധാരാളം ട്രൈബുകൾക്ക് ഇവരുടെ ലാൻഡ് കോൺക്വയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവാഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും കൂടിയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ പോലുള്ള ട്രൈബ്സൊക്കെ ആദ്യം ഗോളിൻ്റെയും സ്പെയിനിൻ്റെയും കുറച്ച് പോർഷനിലേക്കൊക്കെ യുദ്ധം പുറപ്പെടുവിച്ച് അവിടെ കുറച്ച് പോർഷൻസൊക്കെ കീഴ്പ്പെടുത്തി അവിടെ ലാർജർ നമ്പറിൽ അവരുടെ ഫാമിലിയായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്തു. പതുക്കെ ഈ ട്രൈബ്സിൻ്റെ എല്ലാം കണ്ണ് എങ്ങോട്ട് വരികയാണ്, റോമിലേക്ക് എത്തപ്പെടുകയാണ്. അവിടെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്ന്. ഏകദേശം ഒരു 410 AD കൂടി ഗോത്സ് എന്ത് ചെയ്തു, അവരുടെ ഒരു കിങ്ങിൻ്റെ, അലോറിക് എന്ന് പറയുന്ന കിങ്ങിൻ്റെ ലീഡർഷിപ്പിൽ 410 AD ക്യാപിറ്റൽ സിറ്റി ഓഫ് റോം പിടിച്ചടക്കുകയാണ്. അന്നത്തെ എംപററായിരുന്ന ഹൊനോറിയസിനെ അവർക്ക് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡിഫറെൻറ്റ് പാർട്സിൽ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന കുറേ സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു, റോമൻ സോൾജിയേഴ്സ്. അവരെ എല്ലാം വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു നമ്മുടെ ഇവിടുത്തെ രാജാവിന്, എംപററിന്. കാരണം എന്തുകൊണ്ടാണ്, ക്യാപിറ്റൽ സിറ്റി തന്നെ ആര് പിടിച്ചടക്കി, ഗോത്സ് പിടിച്ചടക്കി. സോ ദാറ്റ്സ് വൈ അവർക്ക് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. പതുക്കെ റോമൻ സോൾജിയേഴ്സിനെ ബ്രിട്ടൻ വിട്ടു പോകാനായിട്ട് ഇവിടുത്തെ രാജാവിന് പറയേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഈ ബ്രിട്ടൻ വിട്ട് അവർ പോവുകയാണ്. ഇങ്ങനെ റോമൻസ് ബ്രിട്ടൻ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ബ്രിട്ടനിലെ ആൾക്കാർ, റോമൻസ് ഇവിടെ വരുന്നതിന് മുന്നേ ഉള്ളൊരു അവസ്ഥയുണ്ടായിരുന്നല്ലോ ബ്രിട്ടനിൽ, ആ ഒരു സ്ഥിതിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോയി എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ കടന്നു വരുന്ന ഒരു കൂട്ടം ട്രൈബ്സിനെതിരെ ചെറുത്ത് നിൽക്കാൻ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്കില്ലോ അല്ലെങ്കിൽ ഒരു ഇവർക്ക് മിലിറ്ററി കപ്പാസിറ്റിയോ മിലിറ്ററി ട്രെയിനിങ്ങോ ഒന്നും തന്നെ ഇവിടുത്തെ സാധാരണ ആൾക്കാർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ആ ഒരു എങ്ങനെ ചെറുത്ത് നിൽക്കണം, ഏതൊരു രീതിയിൽ ഇതിനോട് പൊരുതണം എന്നുള്ളതിനെക്കുറിച്ച് അവർ അൺഅവെയർ ആയിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ലാത്തൊരു രീതിയിലാണ് നമ്മുടെ ബ്രിട്ടോൺസ് നിൽക്കുന്നത്. ആൻഡ് പിക്സ് ആൻഡ് സ്കോട്ട്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റം ഉണ്ടായി. നമ്മുടെ ഹെഡ്രിൻ ബോളും ആൻറ്റോൺസ് ബോളും ഒക്കെ തകർത്തിട്ടാണ് ഇപ്പം കൊള്ളക്കാർ നമ്മുടെ ബ്രിട്ടനിലേക്ക് കടന്നെത്തുന്നു. ഇവിടുന്ന് പ്ലണ്ടർ ചെയ്ത് ലൂട്ട് ചെയ്ത് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ലൂട്ടഡ് ദ ലാൻഡ് ആൻഡ് ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. ആൾക്കാരെ കൊണ്ടുപോകുന്നു. ആൾക്കാരെ എന്തിനാണ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത്? ഈ സ്ലേവുകളാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെല്ലാം നശിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. അതുപോലെ ആംഗിൾസ്, സാക്സൺ, ജ്യൂഡ്സ്, ഡെയിൻസ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരും ഈ ഒരു ബ്രിട്ടനിലേക്ക് ഇൻവാഡ് ചെയ്ത് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇനഫ് കറേജ് ഇല്ല, ഇനഫ് ലീഡർഷിപ്പ് ഇല്ല. എന്നിരുന്നാലും ബ്രിട്ടോൺസ് എല്ലാം കൂടി തങ്ങളുടെ മാതൃദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വെൽഷ് ബിഷപ്പായിട്ടുള്ള സെയിൻറ്റ് ജെർമാനിസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഒരു ലീഡറായിട്ട് നിർത്തിക്കൊണ്ട് ചെറുത്ത് നിൽപ്പ്, ഒരു ബാറ്റിൽ നടത്തി നോക്കി. എനിവേ ഇൻ 429 AD the Britons won a victory called the Hallelujah victory and it was, അപ്പോൾ അതെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ മദർലാൻഡ് മറ്റൊരാൾക്ക് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ മറ്റൊരാളുടെ കാൽ കീഴിൽ കൊണ്ടുപോയി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടപ്പോൾ അവരെല്ലാവരും
തങ്ങളാൽ മാക്സിമം പറ്റുന്ന രീതിയിലൊരു എഫേർട്ട് എടുത്ത് ആ ഒരു ഒരു ബാറ്റിൽ സംഘടിപ്പിച്ചു. എനിവേ ആ ബാറ്റിൽ അവരാണ് ജയിച്ചത്. 429 AD ബ്രിട്ടോൺസ് അതിൽ ആ ഒരു ബാറ്റിൽ ജയിച്ചു. ആൻഡ് ആ ബാറ്റിൽ ആ ഒരു വിക്ടറി, ആ ഒരു വിജയത്തിനെ നമ്മൾ ഹല്ലേലൂയ വിക്ടറി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദി എഫേർട്ട് ഓഫ് ദ ബിഷപ്പ്. ആ ലീഡറായിട്ട് നിർത്തിയ ആ വെൽഷ് ബിഷപ്പിൻ്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ആ 429 AD ഹല്ലേലൂയ വിക്ടറി ലഭിക്കുന്നത്. എന്നാലും നമ്മൾ ആ ഒരു ബാറ്റിൽ ജയിച്ചു എന്നിരുന്നാലും ഈ ബ്രിട്ടോൺസിനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യാനോ പിക്സ് ആൻഡ് സ്കോട്ട്സിൻ്റെ ഈ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കടന്നുകയറ്റം അത് മാത്രം നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. സോ 450 AD ഒരു ബ്രിട്ടീഷ് ചീഫായ വോർത്തിജൻ എന്ന പേരുള്ള ഒരു ബ്രിട്ടീഷ് ചീഫ് എന്തിന് തീരുമാനിക്കുകയാണ്, ഹെങ്കിസ്റ്റ് ആൻഡ് ഹോഴ്സ് എന്ന് പറയുന്ന 2 ആൾക്കാരുണ്ട്. അവർ ജൂട്ട്സ് ആണ് ബേസിക്കലി. അപ്പോൾ അവരെ വിളിക്കാം, അവരുടെയും കൂടെ സഹായത്തോടു കൂടി ഈ പിക്സ് ആൻഡ് സ്കോട്ട്സിൻ്റെ ഈ കടന്നുകയറ്റം എന്നേക്കുമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ജൂട്ട്സ് ആൾക്കാരായിട്ടുള്ള ഹെങ്കിസ്റ്റിനെയും ഹോഴ്സായെയും ഇങ്ങോട്ട് വിളിക്കുകയാണ്. ആൻഡ് പക്ഷേ നമ്മുടെ ബ്രിട്ടീഷ് ചീഫായ വോർട്ടിജൻ്റെ ആ ഒരു ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു നീക്കം എന്ന് പറയുന്നത് വളരെ മണ്ടത്തരമായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ബിക്കോസ് കള്ളൻ്റെ കയ്യിൽ നമ്മൾ താക്കോല് കൊടുക്കുന്ന പോലെയാണ്. നമുക്ക് കണ്ടിരുന്ന എന്താണ് ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം. എനിവേ ജൂട്ട്സ് ആയിട്ടുള്ള ഹെങ്കിസ്റ്റ് ആൻഡ് ഹോഴ്സ നമ്മുടെ ബ്രിട്ടനിലേക്ക് എത്തപ്പെടുകയാണ്. So that's all for today. I hope this portion is clear to you all. Tomorrow we will head up with Anglo-Saxon, the next invaders of Britain. So thank you.